ഈ നിലമ്പൂർ മണ്ണ് ഈ നല്ല ഉറപ്പുള്ള തേക്ക് മാത്രമല്ല, മാജിക്കിന്റെ നാടുകൂടിയാണ്. അതെ അതെ അതെ. അപ്പം RK മലയത്ത് ഗോപിനാഥ് മുതുകാടിന്റെ നാടകം. അപ്പോൾ ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും മാജിക് ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം തന്നെ ഒരു മാജിക്കാണ്. കാരണം അതൊരു ശരിക്കും ഒരു രണ്ടുപേര് തമ്മിലുണ്ടാകുന്ന മത്സരമാവേണ്ടത് ഇപ്പോൾ ഒരു ത്രികോണ മത്സരം കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് പിന്നെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് പോയിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നായി നിന്നേഹ നാലെന്ന് കണ്ടെന്നുള്ളൊരു അളവിലേക്ക് നമുക്കിപ്പോൾ ഒരു പിടിയും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആര് ജയിക്കുമെന്നുള്ളത്. ആകപ്പാടെ 2 ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത്. ഇത് ഡിവൈഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അതാണല്ലോ വിജയമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അൻവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വോട്ട് ചോദിച്ചെങ്ങും ഇറങ്ങിയിട്ടില്ല. ഇത് പോകാൻ പണമില്ലെന്നാ പുള്ളി പറയുന്നത്. 60 കോടി രൂപയുടെ ആസ്തി കാണിച്ചിട്ടുമുണ്ട്. ഏതാ ശരി? അൻവറിന് പണമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കേരളത്തിൽ വേറെ രേഖാമൂലമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് 60 കോടി രൂപ, ഭാര്യയുടെ ബേക്കറിക്ക് 2 കാർ, ഏറ്റവും വില കൂടിയ 35 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള 2 കാറുകളും ഒക്കെ ഉണ്ടെന്നാണ് എഴുതി കൂട്ടിയതാണ് പറയുന്നത്. ഖനനമില്ലേ? ഖനനമുണ്ടല്ലോ. ഖനനം പിന്നെ അവിടെ സയ്യാറാലയണി ചെമ്പ് ഖനനം നടക്കും എന്ന് പറഞ്ഞാൽ ചെമ്പ് മുതലാളിയാണ്. ഇപ്പം ചെമ്പ് തെളിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. പുള്ളി പറയുന്ന ഓരോ ദിവസം ഓരോ കണക്ക്. ഈ ട്രംപിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നു. അദ്ദേഹം ഇരവാദം ഉന്നയിച്ചു, UDFൻ്റെ ഇരവാദം പിന്നെ ഉന്നയിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇദ്ദേഹം സ്വയം അങ്ങ് എന്നെ ഇപ്പോൾ ഏത് നിമിഷവും തട്ടാം എന്നുള്ളത് ഓർത്ത് പേടിച്ച് വീട്ടിലിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ ഓരോ ദിവസവും എന്തായാലും വലിയ ചലനാത്മകമാകുന്നുണ്ട് പുള്ളി. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാതെ അദ്ദേഹം പറയുന്ന വായ്ത്താരികൾ അവരുടെ ഈ വിരസത ഇല്ലാതാക്കാനും മുഷിപ്പ് ഇല്ലാതാക്കാനും ഇദ്ദേഹത്തിൻ്റെ ഈ തമാശകൾ വളരെ അധികം. ശരിക്കും VK ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥ എഴുതി. എനിക്ക് തോന്നുന്നു VK ഇഷ്ടം പോലെ വിഷയമുണ്ട്. അതെ, അങ്ങനെ ഒരു കഥ. ഈ കാലത്ത് ജീവിച്ചിരിക്കേണ്ടവരായിരുന്നു VK കുഞ്ചൻ നമ്പ്യാരും. അതെ. അല്ലെങ്കിൽ നിലമ്പൂർ സുൽത്താനെ പറ്റി ഒരു കഥ എഴുതിയത്. നിലമ്പൂർ സുൽത്താൻ നമ്മൾ പറഞ്ഞപ്പോഴും നിലമ്പൂർ രാജാക്കന്മാരുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. നിലമ്പൂരിലെ ഈ തേക്കിൻ കാടുകളൊക്കെ പൊതുജനങ്ങൾക്ക് പതിച്ചു കൊടുത്തത് പാട്ടത്തിനാണ്. പിന്നെ അത് അവർ സ്വന്തമാക്കുകയായിരുന്നു. അതെല്ലാം ചെയ്തത് ഈ രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാർ മുസ്ലിങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു. മലപ്പുറം ജില്ലയാണല്ലോ, നല്ല ബന്ധത്തിൽ, നല്ല ഐക്യത്തിൽ. സാമൂതിരി രാജാവും കുഞ്ഞാലി മരക്കാർ വംശവും. മലപ്പുറം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസം അൻവർ പറയുകയുണ്ടായി മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം നിലമ്പൂരിനെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കാൻ ഇനി പറയുമോ എന്നുള്ളത് കാണേണ്ടതുള്ളൂ. അങ്ങനെ പല തമാശകളും അദ്ദേഹം പറഞ്ഞ് രാഷ്ട്രീയത്തെ ആ മുഷിപ്പില്ലാതാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഹ്യൂമർ വാല്യൂ ഉണ്ട്. പക്ഷെ വേറൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട്. ഈ അൻവർ ഇപ്പോൾ ആരെ തോൽപ്പിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? പിണറായി സത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഇപ്പോൾ UDF നേരെയാണ് വിരൽ ചൂണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആരെയാ തോൽപ്പിക്കുന്നത്? അൻവർ തന്നെ ഉണ്ടാക്കി വെച്ച തെരഞ്ഞെടുപ്പാണിത് അല്ലേ? ഇതിപ്പോൾ ആരെ തോൽപ്പിക്കുന്നുള്ളതാണ്. എന്നെ അൻവറിനെ തന്നെ തോൽപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അദ്ദേഹത്തിന് തന്നെ പിടിയില്ല ഏതാണ് പുള്ളിയുടെ ഫോക്കസ് എന്നുള്ള ഒരു പിടിയില്ലാതിരിക്കുന്ന ഒരു അന്തം വിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുന്നവർക്കും അന്തം വിട്ട് പോവുകയാണ്, സമനില തെറ്റി പോവുക. ഇദ്ദേഹം ആരെയാണ് ആത്യന്തികമായിട്ട് എതിർക്കുന്നത്, തോൽപ്പിക്കുന്നത്? ഇതിൻ്റെ ഫലം എന്താ? പുള്ളി ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലം ബൂമറാങ് ചെയ്യുക. അത് പോട്ടെ. ഈ നിലമ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ രാജാക്കന്മാർ ഈ മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ, ഒരു പക്ഷേ നമ്മുടെ സാമൂതിരി രാജാവ് നേരത്തെ കുഞ്ഞാലി മരക്കാരും ആ കുടുംബവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബന്ധം പോലെ വലിയൊരു ബന്ധമാണ് അവർ തമ്മിലുണ്ടായത്. പോർച്ചുഗീസുകാർ വരുന്നത് വരെ അതുപോലത്തെ ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബന്ധവും ഉലഞ്ഞു. പോർച്ചുഗീസുകാർ വന്നിട്ടല്ല. നിലമ്പൂർ രാജാവ് കോട്ടൂർ ഖിലാഫത്ത് സെക്രട്ടറി, ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്ന സമയത്ത് അതിനുവേണ്ടി സജീവമായിട്ട് തുർക്കിയിലെ പോലൊരു ഭരണം ഇവിടെയും ഭരണമെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹിന്ദു വിരുദ്ധമായിട്ടില്ല. അപ്പോൾ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ നിലമ്പൂർ കാടുകളിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പിന്നെ ഡ്യൂറബിളായിട്ടുള്ള തേക്ക്, ഏറ്റവും നല്ല തേക്ക് കിട്ടുന്ന സ്ഥലമാണ് നിലമ്പൂർ. തേക്ക് പ്രസിദ്ധമാണ്. ചന്ദനവും ഉണ്ട് അവിടെ, ചന്ദനവും തേക്കും എല്ലാം ഉണ്ട്. ആ തേക്ക് മോഷ്ടിച്ചു എന്നൊരു കേസ് വന്നു. തേക്ക് അന്ന് കാട്ടിൽ നിന്ന് കയറി മോഷ്ടിച്ചു എന്നൊരു കേസിൽ നിലമ്പൂർ രാജാവ് ഈ ഖിലാഫത്ത് സെക്രട്ടറിയെ പ്രതിയാക്കിയതോടുകൂടി അവർ തമ്മിലുണ്ടായിരുന്ന മൈത്രി ഇല്ലാതായി, സൗഹാർദ്ദവും ഇല്ലാതായി. അത് വലിയൊരു മാറ്റം, ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചത്.
പിന്നെ ഈ കൊട്ടാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ചൊടിപ്പിച്ചു. അപ്പം നിലമ്പൂർ കൊട്ടാരത്തിലേക്ക് പാഞ്ഞ ഈ മാപ്പിള ലഹള കാലത്ത് അവർ വരാനുണ്ടായ കാരണം ഇതാ, നിലമ്പൂർ കോവിലകത്തേക്കാണ്. അവിടെ കുറേ ഹിന്ദുക്കളെ അഭയാർത്ഥികളായിട്ട് അവിടെ പാർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ വാരിയൻകുന്ന് ഹാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂർ കോവിലകത്ത് ലക്ഷ്യമാക്കി അവിടെ പോകണമെന്ന് പറഞ്ഞു. കാരണം ഈ വൈരാഗ്യമാണ് കാരണം, വ്യക്തിപരമായിട്ടുള്ള ഈ വൈരാഗ്യം ആണ് കാരണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാരിയംകുന്നത്ത് കുഞ്ഞാം മുഹമ്മദ് ഹാജി പിറന്നത് നിലമ്പൂരിലാണ്, മലപ്പുറത്ത്. അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലമാണിത്. അദ്ദേഹത്തെ വഞ്ചിച്ച ആളിൻ്റെയും ജനനസ്ഥലമാണ്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ. പിന്നെ ഇവിടെ മാപ്പിള ലഹള കാലത്ത് ധൈര്യപൂർവ്വം ആരെയും ഭയക്കാതെ ഇറങ്ങി വന്ന ചില ആൾക്കാർ, ഇവിടെയും വന്ന ആൾക്കാരാണ് KP കേശവമേനോനും K കേളപ്പനും. അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ കൊണ്ട്, അവരുടെ ജീവന് പോലും ഭീഷണിയുണ്ടായിരുന്നു. എന്നിട്ടും അവർ വന്ന് സമാധാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ സന്ദേശങ്ങളുമായിട്ട് അവരെത്തി. മഹാത്മാഗാന്ധി ചൗരി ചൗരയിലും അതുപോലെ തന്നെ ബംഗാളിലെ ഗ്രാമങ്ങളിലും ഒക്കെ നടന്നതുപോലെ അവരും നടന്നു സമാധാന സന്ദേശവുമായിട്ട്. ഇനി കൊട്ടാരം നിലവിൽ വരുന്നത് 1775-ലാണ്. തച്ചറക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊട്ടാരക്കൾ വരുന്നത്. അതിന് സമീപത്തു കൂടിയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത്. ചാലിയാർ പുഴ ഈ നിലമ്പൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോഷകദായിനി തന്നെയാണ്. ഇവിടെ ഈ മാപ്പിള ലഹള കാലത്ത് പരസ്പര ബന്ധമില്ലെങ്കിലും പറയാം, മാപ്പിള ലഹള കാലത്ത് വലിയൊരു സംഭവം നിലമ്പൂരിലുണ്ടായി. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നിലമ്പൂരിനെ കുറിച്ച്. മാപ്പിള ലഹള കാലത്ത് അഭയാർത്ഥികളുമായിട്ട് വന്ന ഹിന്ദുക്കളെ അവിടുത്തെ മുസ്ലിം യുവാക്കൾ, നിലമ്പൂരിൽ ജനിച്ച മുസ്ലിം യുവാക്കൾ കാര്യമായിട്ട് പിന്തുണച്ചു എന്ന് മാത്രമല്ല, ഈ ലഹളയുമായിട്ട് വന്ന ആൾക്കാർ അവിടുത്തെ മുസ്ലിം യുവാക്കൾ അവരുടെ ശക്തിയുക്തം, ആയുധങ്ങളില്ലവർക്ക്, തിരിച്ചു ഓടിച്ചു. അത്ര ഒരു മത സൗഹാർദ്ദത്തിൻ്റെ മണി മുഴങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആ ഒരു സ്പിരിറ്റ്, ഈ കാശ്മീരാമ എന്ന് പറയുന്നത് പോലെ, കാശ്മീരിയത്ത് എന്ന് പറയുന്ന പോലെ ഒരു നിലമ്പൂരിയത്തുണ്ട്. ആ നിലമ്പൂരിയത്തിൻ്റെ സ്പിരിറ്റിലാണ് അവിടെ ആര്യാടൻ മുഹമ്മദ് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു നല്ല ബന്ധമുള്ള ഒരു സ്ഥലമാണ് പരമ്പരാഗതമായിട്ട്. പിന്നെ അവിടെ കുടിയേറ്റം തുടങ്ങുന്നത് 1900 മുതലാണ്. ഈ ലോക മഹായുദ്ധം തുടങ്ങുമ്പോഴൊന്നുമല്ല, അപ്പോഴാണ് കൂടുതൽ പട്ടിണി വന്നതെങ്കിലും 1900 മുതലേ കുടിയേറ്റം തുടങ്ങിയിരുന്നു. ആ കുടിയേറ്റത്തിൻ്റെ ഒഴുക്ക് കാലത്ത് കുടിയേറിയ ഒരാളാണ് ഈ സ്വരാജിൻ്റെ കുടുംബം. അതായത് 1900. അദ്ദേഹം ജില്ലക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ജനിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, കുളനട എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ വിശ്വസിക്കാവുന്നത്. പിന്നെ അവിടെ പ്രധാനപ്പെട്ട ദേവത ഏതാണെന്നറിയോ വിജയനാഥന്? ഹിന്ദു ദേവത വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. ഈ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ രാജാക്കന്മാരുടെ ദൈവതയല്ല, ധർമ്മദൈവമല്ല, പരദൈവവുമല്ല. ഇത് അവിടുത്തെ ആദിവാസികളുടെ പരദൈവമാണ്. ഈ ആദിവാസികളെന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് ഉള്ളതെന്നറിയോ? ഇവിടെ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ചേലനായ്ക്കർ, അതുപോലെ തന്നെ മലനായ്ക്കൻ, അതുപോലെ അറനാടൻ എന്ന് പറയുന്ന, പിന്നെ ബണിയൻ എന്ന് പറയുന്ന പോലെ വിജയനാഥ് ആദ്യം സൂചിപ്പിച്ചതുപോലെ RK മലയത്തിൻ്റെയും ഗോപിനാഥ് മുതുകാടിൻ്റെയും തന്നെ ജന്മദേശം ഇവിടെയാണ്. അതുപോലെ നമ്മുടെ ഒരു പഴയ ഗായകനായിട്ടുള്ള കൃഷ്ണചന്ദ്രൻ ജയചന്ദ്രന് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ കൃഷ്ണചന്ദ്രൻ ജനിച്ചതും ഈ നിലമ്പൂരിൽ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ചതുഷ്കോണ പോരാട്ടം നടത്തിയിട്ട് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരെ എല്ലാം ആശയക്കുഴപ്പത്തിലാകുന്നത്. എന്തായാലും ശരി വിജയനാഥ്, എൻ്റെ ഒരു ബെറ്റ്, കഴിഞ്ഞ വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 67,000-ഓളം വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് സംഭാവന ചെയ്ത ഈ മണ്ഡലത്തിൽ അത്രയൊന്നും ഭൂരിപക്ഷം കിട്ടത്തില്ലെങ്കിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് UDF തന്നെ നേട്ടം കൊയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു. ഈ അൻവറിൻ്റെ കയ്യിൽ കുറച്ച് ഓട്ടമുണ്ടല്ലോ, എങ്ങനെ പോയാലും ഒരു 5,000 വോട്ടെങ്കിലും അൻവറിൻ്റെ പോക്കറ്റിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFൻ്റെ ഭൂരിപക്ഷം വളരെ കുറയും എന്ന് ഞാൻ പറഞ്ഞത്. LDFന് പിന്നെ പ്രശ്നമല്ല, അവർ ജയിച്ചിട്ടുള്ള അത്ര വോട്ട് അൻവറിൻ്റെ കയ്യിലുള്ളത് മറ്റ് രണ്ട് മുന്നണികളിലേക്കും പിരിമുറുക്കം ഉണ്ടാക്കും. പക്ഷേ വേറെ തരത്തിൽ കൂടി ഇവർ ഈ വോട്ട് കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ചുണ്ടായിരുന്നു, പിന്നെ സ്റ്റുഡിയോയ്ക്ക് ആ ഒരു അന്തരീക്ഷം, പിന്നെ ഇവർ ഈ KC വേണുഗോപാലിൻ്റെ ഒരു അബദ്ധം പറഞ്ഞു, പെൻഷൻ എന്ന് പറയുന്ന കൈക്കൂലിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൈക്കൂലി വാങ്ങിക്കുന്നവരാണ് ഈ പാവപ്പെട്ട ക്ഷേമം പെൻഷന്
വാങ്ങിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെ അഴിമതിക്കാരാക്കുക. അഴിമതിക്കാരാക്കുക, വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും അഴിമതി. അദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ പറഞ്ഞ ഒരു മണ്ടൻ ഹിമാലയൻ. പക്ഷേ ഈ കെ സി വേണുഗോപാൽ നേരത്തെ ഉണരാത്ത എന്തായിരുന്നു, ഇത്രയും കാലമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുക. അന്നേരം ഈ കെ സി വേണുഗോപാലോ കേരളത്തിലെ കോൺഗ്രസ്സുകാരോ ഒന്നും ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട് ഇത് മുടക്കം വരുത്തിയിരിക്കുന്നു? രാഹുൽ ഗാന്ധിയുടെ കൂടി ഇദ്ദേഹവും മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തിരിച്ചിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ആലോചിക്കാതെ ഇങ്ങനൊരു വാക്യം പറയുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അവർ നറേറ്റീവ് ആക്കി വളർത്തിയെടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാരതാംബ അതിനെ ഒരു വിഷയമാക്കി എടുക്കും. പരമാവധി വർഗീയ വിഷം കലർത്താൻ വേണ്ടിയുള്ള ശ്രമം CPM നടത്തും. പക്ഷേ അതുകൊണ്ടും ഞാനീ പറഞ്ഞതുപോലൊരു സൗഹൃദ മനസ്ഥിതിയുള്ള മൈത്രിയുള്ള നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങനെ വീണു കൊടുക്കും എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.